നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. റിലീഫ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. തിരൂർ സാമൂഹ്യ സേവന ജീവകാരുണ്യ രംഗത്ത് സ്തുത്യർഹമായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന പഴങ്കുളങ്ങര അൽ-അമീൻ സാധു സംരക്ഷണ കമ്മിറ്റി 2026 റംസാൻ റിലീഫിന്റെ ഭാഗമായി ഏഴൂർ മതിലിങ്ങൽ, മുത്തൂർ, പഴങ്കുളങ്ങര ഏരിയയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 100 സഹോദരിമാർക്ക് നമസ്കാര കുപ്പായം, മുസല്ല, മുസഫ് അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തു. മതിലിങ്ങൽ അൽ മദ്രസത്തുൽ ഇസ്ലാമിയിൽ വെച്ച് നടന്ന പരിപാടി തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഉദ്ഘാടനം ചെയ്തു. പുളിക്കൽ ഹംസ, കെ പോക്കർ ഹാജി, ടി സൈനുദ്ദീൻ, നാലകത്ത് സക്കരിയ, പൂന്തല ഷമീർ ബാബു, പി ഹനീഫ, കിയേടത്തിൽ അബ്ദുറഹ്മാൻ, ഉബൈദ് കല്ലിങ്ങൽ റഷീദ് എന്നിവർ സംസാരിച്ചു. റംസാൻ റിലീഫിന്റെ രണ്ടാം ഘട്ടം 2026 ഫെബ്രുവരി 21 കാലത്ത് 10 മണിക്ക് പാലക്കാട് നെന്മാറ, പോത്തേണ്ടി, അയിലൂർ എന്നിവിടങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത 100 സഹോദരിമാർക്ക് സേഫ് വാലി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നമസ്കാര കുപ്പായമടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്യുന്നതാണ്. മൂന്നാം ഘട്ടം 2026 മാർച്ച് ആദ്യവാരത്തിൽ തവനൂർ പ്രതീക്ഷാ ഭവനിലെ അന്തേവാസികൾക്കുള്ള പുതുവസ്ത്ര വിതരണം തവനൂർ പ്രതീക്ഷാ ഭവനിൽ വെച്ച് നടക്കുന്നതാണ്. റിലീഫിന്റെ നാലാം ഘട്ടം പഴങ്കുളങ്ങര മേഖലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട 100 കുടുംബങ്ങൾക്ക് 1000 രൂപ വില വരുന്ന ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്യുന്നതാണ്. അഞ്ചാം ഘട്ടം വയനാട്ടിലെ ഒരു മദ്രസയിലെ മുഴുവൻ കുട്ടികൾക്കും ഖുർആൻ അടക്കമുള്ള പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നതാണ്. വ്യത്യസ്ത മേഖലകളിൽ നടത്തപ്പെടുന്ന പരിപാടികളിൽ മത, സാമൂഹിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നതാണ്. സംഘടന നമ്മുടെ നാട്ടിലുള്ള ആരോടും കൃത്യമായി മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. നിരവധി വർഷങ്ങളായി ഓണം, വിഷു, പെരുന്നാളൊക്കെ തുടങ്ങിയ വിശേഷാവസരങ്ങളിൽ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ അയൽനാടുകളിലെ ഒക്കെ ഉള്ള അഗതികൾക്കും അനാഥകളുമൊക്കെമായ അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്ന ഒട്ടനവധി കുടുംബങ്ങൾക്ക് അതാത് സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് വർഷങ്ങളായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ റംസാൻ റിലീഫിന്റെ ഭാഗമായി അതിന്റെ ആദ്യ പ്രവർത്തനം എന്നുള്ളത് റംസാനിലെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ സാധാരണ രീതിയിൽ നടത്താറുണ്ട്. നമ്മുടെ മുഖ്യ അതിഥിയുടെ ഉദ്ഘാടകനുമായ സബ് കളക്ടർ ദിലീപ് കൈനകര സാർ അവരുടെ 8 വർഷത്തോളമായി ഇത്തരത്തിലുള്ള പെരുന്നാളായാലും റംസാനായാലും വിഷു ആയാലും ഓണായാലും എന്ന് വേണ്ട രാജ്യത്തുണ്ടാവുന്ന എല്ലാ കെടുതികളും കൊറോണ കാലത്ത് മുതൽ നാട്ടിലുണ്ടായിരുന്ന വെള്ളപ്പൊക്കം ദുരിതം അനുഭവിച്ചവർക്ക് ആലപ്പുഴയിലും കുട്ടനാടുകളിലും മറ്റു പ്രദേശങ്ങളിലും എല്ലാം തന്നെ പാലക്കാട് ജില്ലയിലായാലും ആദിവാസി സമൂഹത്തിനാണെങ്കിലും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. സംഘടനയുടെ പ്രവർത്തകർ വളരെയധികം താല്പര്യത്തോടു കൂടി മുന്നോട്ട് വരുന്നത് ഏറെ സന്തോഷത്തോടു കൂടി പലവട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. വ്യക്തികളെ 100ഓളം ഭിന്നശേഷി വ്യക്തികളെ നമ്മൾ സംരക്ഷിക്കുന്ന ആ ഒരു സ്ഥാപനത്തിലേക്ക് പല സമയങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിയിക്കുമ്പോൾ അതിനോട് വളരെയധികം ചേർന്ന് നിൽക്കുവാൻ സമിതിയുടെ പ്രവർത്തകര് കൂടെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ തിരൂരിലാകട്ടെ നമ്മുടെ സമീപ പ്രദേശങ്ങളിലാകട്ടെ ആവശ്യങ്ങളുള്ള വ്യക്തികൾക്ക് അവരിലേക്ക് കണ്ടറിഞ്ഞ് സഹായിക്കുവാനും മനസ്സുകളായ വ്യക്തികളുടെ സഹകരണങ്ങൾ തേടി പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും ഈ രീതിയിലുള്ള സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിക്കുവാൻ സമിതി പല രീതിയിൽ മുന്നോട്ട് വരുന്നത് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. സോ അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു റമദാൻ മാസത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന വകുപ്പ് കലാപം തുടങ്ങാൻ പോകുന്ന ഈ ഒരു വേളയിൽ എന്നോട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു സമയത്തിന്റെ വളരെയധികം ആവശ്യമായ ഇത്തരം ഒരു പ്രോഗ്രാം, ഇത്തരം ഒരു ഉദ്യമം സംഘടിപ്പിക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യുവാൻ സാധിച്ചതിൽ എല്ലാ പ്രവർത്തകരെയും ഏറ്റവും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ്. നമ്മളെ പോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ തെറ്റുകൾ പൊറുക്കുവാനും അതേപോലെ മറ്റുള്ളവരോട് സഹോദര്യത്തിലാകുവാനും ഒരുമിച്ച് ആ ഒരു സഹോദര്യത്തിന്റെ ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കാലമൊക്കെ വളരെ മനോഹരമായിട്ട് പൂർത്തിയാക്കുവാനും അതിന്റെ പുണ്യങ്ങളൊക്കെ നേടി മുന്നോട്ട് പോകുവാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പരിശുദ്ധ റംസാനെ വരവേൽക്കാൻ ലോക മുസ്ലിമുകൾ തയ്യാറായിരിക്കുകയാണ്. ചിലപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നമ്മളൊക്കെ നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി റംസാൻ സ്വീകരിക്കുകയാണ്. നമ്മുടെ വീടും പരിസരമൊക്കെ നമുക്ക് വൃത്തിയാക്കാൻ നമ്മൾ ഒരുപാട് ശാരീരിക അധ്വാനം നടത്തേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ ശാരീരിക അധ്വാനം ഒന്നും നടത്താതെ വൃത്തി
പൂർത്തിയാക്കേണ്ടതുണ്ട് നമ്മുടെ ഹൃദയം. അള്ളാഹുവിന്റെ നോട്ടം നമ്മുടെ ഹൃദയത്തിലേക്കാണ്. അവിടെ കറ പുരളാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പറഞ്ഞതുപോലെ തന്നെ ഈ അല്ലാമീൻ സാധു സംരക്ഷണ കമ്മിറ്റി എന്ന് പറയുന്നത് സുപ്രഭാതത്തിൽ ഉടലെടുത്തതല്ല. 2007 ഇന്ന് പ്രവർത്തിക്കുന്ന ഈ അല്ലാമീൻ കമ്മിറ്റി ഉടലെടുത്തത്. അതിന് മുമ്പുണ്ടാക്കിയിട്ടുള്ള വെളിച്ചം കാണാതെ അസ്തമിച്ചൊരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം 2007 ഈ കമ്മിറ്റി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയോടും ഇതിന് സഹകരിക്കുന്ന ഒരുപാട് ആളുകളാണ്. അവരുടെയൊക്കെ സഹായത്തോടുകൂടും അതേപോലെ തന്നെ നമ്മുടെ സബ് കളക്ടറെ പോലുള്ള ആളുകളുടെ ഉപദേശ നിർദ്ദേശങ്ങൾ ഉണ്ടായതുകൊണ്ടും അവരുടെയൊക്കെ അകമഴിഞ്ഞ സഹായങ്ങൾ ഉണ്ടായതുകൊണ്ടും കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്ത് വരെ ഇതിന്റെ സന്ദേശം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ സഹോദരി സഹോദരന്മാർക്കും നമുക്ക് ഭയങ്കരമായ ഒരു സമയമാണ്. ഇതെല്ലാം നമുക്ക് നേരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നടക്കാൻ പോകണം. ചിലപ്പം ഇന്ന് മഗ്‌രിബിന് നമുക്ക് മാസം കണ്ട വിവരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് ബഹുമാനപ്പെട്ട മാസത്തിൻ്റെ റമദാൻ മാസത്തിലെ നോമ്പാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച. ഇപ്പൊ നമ്മളിപ്പോൾ പറയപ്പെട്ട മാതിരി തന്നെ ഈ അൽ-അമീൻ സാധു സംരക്ഷണ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഈ കമ്മിറ്റി ഒരുപാട് കാലങ്ങളായിട്ട് നടത്തി വരുന്ന ഒരു വിഷയമാണ് ഈ വിഷയം. റംസാനോടനുബന്ധിച്ചുള്ള കിറ്റ് വിതരണം, അതായത് പാവപ്പെട്ട സ്ത്രീകൾക്ക് റംസാൻ നമസ്കാരപ്പായം വിതരണം ചെയ്തിട്ടുണ്ട്. അംസാക്ക 2 ദിവസം മുമ്പ് ഒരു 10 ടോക്കന്റെ കൈ തന്നിട്ട് അർഹതപ്പെട്ടവർക്ക് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് രാവിലെ ഒരു വെല്ലിമാന്റെ കയ്യിൽ ഞാനത് കൊടുക്കുമ്പോ തന്നെ അംസാക്ക നിങ്ങൾക്ക് അതിനുള്ള പ്രാർത്ഥന ആ വെല്ലിമ പറയണം അൽഹംദുലില്ലാഹ് ഇതിനുള്ള പ്രതിഫലം അവർക്ക് കൊടുക്കട്ടെ, ഇത് കാരണക്കാരായ മുമ്പും കിട്ടട്ടെ. കണ്ണ് അതിനുള്ള വെല്ലിമ രാവിലെ തന്നെ കൊടുത്തു. എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. യാതൊരു ഉപേക്ഷയും കൂടാതെ ഇതിന്റെ കമ്മിറ്റി അത് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം പഴങ്ങളങ്ങര മേഖലയിൽ നിന്ന് വ്യത്യസ്തമായി പുതുതായി നമ്മുടെ ഭാഗങ്ങളിൽ വളരെ പാവപ്പെട്ട വളരെ അതിന് അർഹരായ ആളുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ സംരംഭത്തിന് മുന്നിട്ടിറങ്ങുന്ന അവരെ ആശംസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അൽ-അമീൻ സാധു സംരക്ഷണ കമ്മിറ്റി സെക്രട്ടറി സാഹിബ്, പ്രസിഡന്റ്, മറ്റു ഭാരവാഹികളെ, നമ്മുടെ മുഖ്യ അതിഥി ദിലീപ് സാറ്, അൽ-അമീൻ സാധു സംരക്ഷണ കമ്മിറ്റിയുടെ 1ാം ഘട്ട കിറ്റ് വിതരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് എല്ലാവരും സഹായിച്ചവർക്ക് സഹകരിച്ചവർക്ക് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മീഡിയ ന്യൂസ്